ദെൻ ഇപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് എന്താണ്, PPE. ഇൻഡേഴ്സ് 16 ആണ് PPE, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ മെഷർമെൻറ്റ്, സബ്സീക്വൻ്റ് എക്സ്പെൻഡിച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളത് വരെ നോക്കിയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ മോഡൽസ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്, എങ്ങനെ നമ്മളത് മെഷർ ചെയ്യും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ നമുക്ക് എമൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇനി ഇത് ഏത് ബേസിലാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് മെഷർ ചെയ്യുന്നത്. നമുക്ക് അസറ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു ഡിപ്രിസിയേഷൻ വരാം, അല്ലെങ്കിൽ റീവാല്യൂ ചെയ്യാം, ഓരോ ഇയറും അതിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരാം. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് സബ്സീക്വൻറ്റ് എക്സ്പെൻസസ് വരുന്ന കേസിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളത് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് മോഡൽ അല്ലെങ്കിൽ രണ്ട് മെത്തേഡാണ് ഇതിനു വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് വരുന്ന കേസിൽ അല്ലെങ്കിൽ റീവാല്യുവേഷൻ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് അസറ്റ് വാല്യൂ ചെയ്യുന്നത്, PPE വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോസ്റ്റ് മോഡലാണെങ്കിൽ, കോസ്റ്റ് മോഡൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കേസാണെങ്കിൽ അവിടെ എന്താണോ അതിൻ്റെ റിയൽ വാല്യൂ ഓർ റിയൽ കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ്, ആ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് നമ്മൾ ആ അസറ്റിന് ഇൻകർ ചെയ്തിട്ടുള്ള ഡിപ്രിസിയേഷൻ മീൻസ് അസറ്റ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ലൈഫിൽ എന്തുണ്ടാകാം, വിയർ ആൻഡ് ടിയർ ഉണ്ടാകാം. വേരിയസ് റീസൺ കൊണ്ട് കുറച്ച് യൂസേജ് അതിൻ്റെ പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് കുറയുന്നുണ്ടാകാം. ഇത് ഡിപ്രിസിയേഷൻ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. നമുക്ക് വിൽക്കുന്ന സമയത്ത്, ഒരു അസറ്റ് വിൽക്കുന്ന സമയത്ത് ഒരിക്കലും അത് വാങ്ങിയ സെയിം എമൗണ്ടിന് വിൽക്കാൻ കഴിയില്ല, അതിൻ്റെ യൂസേജിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഫാക്ടറാണ് നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂവിൽ ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ദെൻ എനി അക്യുമുലേറ്റഡ് ഇമ്പയർമെൻറ്റ് ലോസ്, അതുകൂടാതെ എന്തെങ്കിലും ക്യാരിയിങ് വാല്യൂ ഡിഡക്റ്റ് ചെയ്യുന്നതിന് റീസണായിട്ട് എന്തെങ്കിലും ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് മോഡലിൽ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം റീവാല്യുവേഷൻ മോഡൽ, സെക്കൻഡ് വൺ ആണ് റീവാല്യുവേഷൻ മോഡൽ. ഇവിടെ നമ്മൾ നോക്കുന്നത് അസറ്റിൻ്റെ വാല്യൂ അതിൻ്റെ ലൈഫ് ലോങ് റീവാല്യൂ ചെയ്തിട്ടുണ്ടാകും. റീവാല്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2019 ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തു 2019. 2020 അല്ലെങ്കിൽ 21 ഒക്കെ ആയ സമയത്ത് അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെ സിമിലർ അസറ്റിൻ്റെയൊക്കെ വാല്യൂവിൽ ചേഞ്ചസ് വന്നു. അപ്പോൾ നമ്മളുടെ അസറ്റും അതിനനുസരിച്ച് റീവാല്യൂ ചെയ്യണം. റീവാല്യൂ മീൻസ് ഒന്നുകൂടെ വാല്യൂ ചെയ്യണം. അതിൻ്റെ വാല്യുവേഷനിൽ എന്ത് വന്നിട്ടുണ്ട്, ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ റീവാല്യൂ ചെയ്ത് കിട്ടുന്ന ഫിഗറിനെ നമ്മൾ റീവാല്യൂഡ് എമൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂ, റീവാല്യൂ ചെയ്യുന്ന ദിവസത്തെ വാല്യൂവിനെയാണ് ഫെയർ വാല്യൂ. സെയിൽ ചെയ്യുകയാണെങ്കിൽ സെയിൽ ചെയ്യുന്ന ദിവസത്തെ അസറ്റിൻ്റെ വാല്യൂ ആണ് ഫെയർ വാല്യൂ. ഓക്കെ, അപ്പം റീവാല്യൂ ചെയ്യുന്ന സമയത്ത് റീവാല്യൂ ചെയ്യുന്ന ഡേറ്റിലുള്ള അസറ്റിൻ്റെ ഫെയർ വാല്യൂ എത്രയാണോ അതിൽ നിന്നും അസറ്റിന് അതുവരെ ഉണ്ടായിരിക്കുന്ന ഡിപ്രിസിയേഷൻ ആൻഡ് സബ്സീക്വൻറ്റ് ഇമ്പയർമെൻറ്റ് ലോസസ് റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് റീവാല്യുവേഷൻ മോഡലിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, കോസ്റ്റിലാണെങ്കിൽ അത് പർച്ചേസ് ചെയ്തിരിക്കുന്ന കോസ്റ്റിൽ നിന്നാണ് നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആൻഡ് ഇമ്പയർമെൻറ്റ് ലോസസ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം റീവാല്യൂഡ് മോഡലിലാണെങ്കിൽ അസറ്റ് റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ റീവാല്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റിലെ ഫെയർ വാല്യൂവിൽ നിന്നായിരിക്കും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആൻഡ് അതർ ഇമ്പയർമെൻറ്റൽ ലോസ് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്നത് റിവാല്യുവേഷൻ മോഡലാണ്. റീവാല്യുവേഷൻ മോഡൽ എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു റീവാല്യുവേഷൻ നടന്നതിന് ശേഷം നമ്മൾ അസറ്റിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്ന മെത്തേഡാണ് റീവാല്യൂഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്തുണ്ടാകും, റീവാല്യുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്കോപ്പാണ് അവിടെ ഉള്ളത്.
രണ്ട് ചാൻസ് ആണ് അവിടെ ഉള്ളത്. ഒന്നെങ്കിൽ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ വാല്യൂവിനേക്കാളും നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം 5,000 റുപ്പീസിന് പർച്ചേസ് ചെയ്തിരുന്ന ഒരു അസറ്റ് ചിലപ്പോൾ 2 ഇയേഴ്സ് കഴിയുമ്പം വേരിയസ് ഫാക്ടർ കൊണ്ട് എന്താകാം 10,000 ഒക്കെ ആയിട്ട് മാറാം അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കതെന്താണ് റീവാല്യൂ ചെയ്തപ്പോൾ നമുക്ക് നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് വന്നത്. എന്നാൽ ചില കേസിൽ നമ്മൾ 5,000 റുപ്പീസിനായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത്, അതിനിപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ റീവാല്യൂ ചെയ്ത സമയത്ത് 1,000 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരു 4,000 ലോസ് ആണ് വന്നത്. നമ്മൾ അതിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1,000 റുപ്പീസിന് വാങ്ങായിരുന്നു. നമ്മൾ വാങ്ങിയത് 5,000 റുപ്പീസിനാണ് നേരത്തെ വാങ്ങിയത്. അപ്പോൾ അവിടെ റീവാല്യൂഷൻ ലോസ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ നമ്മൾ 5,000-ന് വാങ്ങി, അതിപ്പോൾ 10,000 ആയി അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പ്രോഫിറ്റാണ്. ഇപ്പം നമ്മളത് പർച്ചേസ് ചെയ്യേണ്ടത് 10,000-നായിരുന്നു, പക്ഷേ അത് നമ്മൾ 5,000-ന് 2 ഇയേഴ്സ് ബാക്ക് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്കവിടെ പ്രോഫിറ്റാണുള്ളത്. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ റീവാല്യൂഷൻ പ്രോഫിറ്റ് ഉണ്ടാകും. അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റീവാല്യൂ ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ റീവാല്യൂഷൻ ചെയ്യുന്ന സമയത്ത് 2 കേസ് എന്ന് പറയുന്നത്, ഒന്നുകിൽ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഈ 2 കേസിൽ വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും നമുക്ക് നോക്കണം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് റീവാല്യൂഷൻ ഇൻക്രീസ് വരുന്ന കേസാണ്. ഇൻക്രീസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഉണ്ടാവുക, റീവാല്യൂ ചെയ്ത് നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂ കൂടി. നാച്ചുറലി നമുക്ക് എന്തുണ്ടാകും, ഒരു സർപ്ലസ് അവിടെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് കേസ് എന്ത് നോക്കാം. ഇഫ് ദ അസറ്റ്സ് ക്യാരിയിങ് എമൗണ്ട് ഈസ് ഇൻക്രീസ്ഡ്. ഫസ്റ്റ് കേസ് മീൻസ് നാച്ചുറലി ഒരു റീവാല്യൂഷൻ ഇൻക്രീസ് ഉണ്ടാകുമ്പം എന്താണ് അവിടെ, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു, നമ്മുടെ അസറ്റിൻ്റെ എമൗണ്ട് ക്യാരിയിങ് വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് സർപ്ലസ് ആണ് നമുക്ക്, ഓക്കെ, നമുക്കൊരു പ്രോഫിറ്റാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, റീവാല്യൂഷൻ സർപ്ലസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റീവാല്യൂഷൻ സർപ്ലസ് ആൻഡ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഇൻ അതർ കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റീവാല്യൂഷൻ സർപ്ലസ് ആയിട്ട് ഈ ഒരു ഇൻക്രീസ് വന്നിരിക്കുന്ന എമൗണ്ടിനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റീവാല്യൂഷൻ സർപ്ലസ് ആൻഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ അതർ കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താ, ദ ഫാക്ടറി ഹാവിംഗ് ദ ക്യാരിയിങ് വാല്യൂ ഓഫ് 20 million ഹാസ് ബീൻ റീവാല്യൂഡ് അറ്റ് 23 million. 20 million ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 23 million ആയിട്ട് റീവാല്യൂ ചെയ്തു. സോ ദർ ഈസ് 3 million എന്ത് വന്നു, ഇൻക്രീസ് വന്നു. അത് നമുക്ക് സർപ്ലസ് ആണ്. ഓക്കെ, അപ്പം ജേർണലൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, എത്രയാണ് നമ്മളുടെ റീവാല്യൂഷൻ സർപ്ലസ് എന്നുള്ളത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇറ്റ് ഈസ് 3 million ആൻഡ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, റീവാല്യൂഷൻ സർപ്ലസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. റിവാല്യൂഷൻ സർപ്ലസ് വരുമ്പോഴുള്ള എൻട്രി, ജേർണൽ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് എന്താണോ, ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, PPE എന്നുള്ളത് എടുത്താൽ മതി. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഡെറ്റർ ടു റിവാല്യൂഷൻ സർപ്ലസ്. റിവാല്യൂഷൻ സർപ്ലസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ആ ഒരു എമൗണ്ട് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു റിവാല്യൂഷൻ സർപ്ലസിലുള്ള 3 million നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത് എവിടെയാണ്, അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിൽ നമ്മൾ ഈ ഒരു റിവാല്യൂഷൻ സർപ്ലസ് എന്നുള്ളത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എത്രയാണോ ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത് അതിനെ നമ്മൾ റിവാല്യൂഷൻ സർപ്ലസ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് കേസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കേസ്, അതായത് ഇൻക്രീസിൽ തന്നെ വരുന്ന രണ്ടാമത്തെ കേസ്, ഇഫ് ദർ ഈസ് എ പ്രീവിയസ് ഡിക്രീസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ സെയിം അസെറ്റ്.
അതെന്താണ്? കറണ്ട് ഇയറിൽ നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ റിവാലുവേഷൻ ഇൻക്രീസ് ഓർ സർപ്ലസ് ആണ് വന്നിട്ടുള്ളത്. എന്നാൽ സെയിം അസറ്റ് തന്നെ 2 ഇയർ ബാക്ക് അല്ലെങ്കിൽ 3 ഇയർ ബാക്ക് ഒരു ലോസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിക്രീസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10 ലാക്കിൻ്റെ അസറ്റ് ആയിരുന്നു, പക്ഷെ അത് 2 ഇയേഴ്സ് ബാക്ക് അതിൻ്റെ വാല്യൂ 5 ലാക്കായിട്ട് കുറഞ്ഞു. ഓക്കെ, ഒരു ലോസ് വന്നു, 5 ലാക്കിൻ്റെ ലോസ് വന്നു. എന്നാൽ കറണ്ട് ഇയറിൽ അത് വീണ്ടും 10 ലാക്കായിട്ട് മാറി, അല്ലെങ്കിൽ 15 ലാക്കായിട്ട് മാറി. അപ്പോൾ അവിടെ എന്ത് വന്നു? സർപ്ലസ് വന്നു. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നമുക്ക് ലോസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം കറണ്ട് ഇയറിൽ സെയിം അസറ്റിൽ തന്നെ നമുക്ക് സർപ്ലസും വന്നു. അപ്പോൾ ലോജിക്കലി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇപ്പോൾ അതിന് വന്നിരിക്കുന്ന കംപ്ലീറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എന്താണ്? അതിൽ അത്ര ഒരു സർട്ടൻ എമൗണ്ട് ലോസ് കൂടെ ഉണ്ട്, അത് ആ ഒരു ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് വരുന്ന കേസിൽ എത്രയാണോ പ്രീവിയസ് ഇയറിൽ അതിന് ലോസ് വന്നിട്ടുള്ളത്, ആ ഒരു എമൗണ്ട് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് യൂസ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് 5 ലാക്കിന് 15 ലാക്കായി എന്ന് പറയുമ്പോൾ അവിടെ ഒരു 10 ലാക്ക് നമുക്ക് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം പ്രീവിയസ് ഇയറിൽ അതിന് 5 ലാക്ക് ലോസും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ഇപ്പോൾ നമുക്കുള്ള ഈ ഒരു 10 ലാക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്ന 5 ലാക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യും. ബാക്കി 5 ലാക്ക് മാത്രമാണ് നമ്മൾ കറണ്ട് ഇയറിലെ റീവാലുവേഷൻ സർപ്ലസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാനുള്ളത്. അതായത് പ്രീവിയസ് ഇയറിൽ ഒരു ലോസ് വന്നു, കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് വന്നു. സോ പ്രീവിയസ് ഇയർത്തെ ലോസിനെ നമ്മൾ കറണ്ട് ഇയർത്തെ പ്രോഫിറ്റ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കുക, എക്സാമ്പിൾ നോക്കൂ. എ ഫാക്ടറി ഹാസ് എ carrying value of 20 million. 2 years ago the company reduced the carrying value of from 22 million. അപ്പോൾ 2 years ബാക്ക് ഇതിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ട്? കുറഞ്ഞിട്ടാണ് 20 മില്യൺ ആയത്. 22 മില്യണിന് 20 മില്യൺ ആയത് എന്താണ്? ഒരു ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു ഡീഗ്രേഡ് വന്നതുകൊണ്ടാണ്. 2 മില്യൺ അവിടെ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് this was taken as an expense in profit or loss. എന്ത് ചെയ്തിട്ടില്ല? അത് ലോസ് ആയിട്ട് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസിൽ കാണിച്ചിട്ടേ ഉള്ളൂ, അത് സെറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ഇൻ ദ കറണ്ട് ഇയർ ദ ഫാക്ടറി ഈസ് നൗ വർത്ത് 23 മില്യൺ. ഇപ്പം നമുക്ക് 23 മില്യൺ ആണ് ഉള്ളത്. ഷോ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദ റീവാലുവേഷൻ ഇൻ ദ കറണ്ട് ഇയർ. അപ്പോൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്തതുപോലെ തന്നെ എത്രയാണ് കറണ്ട് ഇയറിൽ വന്നിട്ടുള്ള റീവാലുവേഷൻ സർപ്ലസ് എന്ന് നോക്കുക. കറണ്ട് ഇയറിൽ എത്ര ഉണ്ട്? 23 മില്യൺ ആണ് റീവാല്യൂ ചെയ്തിരിക്കുന്നത്. ആൻഡ് റീവാല്യൂ ചെയ്യുമ്പോഴുള്ള ക്യാരിയിങ് വാല്യൂ 20 മില്യൺ ആണ്. സോ ഡിഫറൻസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് റീവാലുവേഷൻ സർപ്ലസ്. 20 മില്യൺ ഉള്ളത് 23 മില്യൺ ആയി എന്ന് പറയുമ്പം അതെന്താണ്? 3 മില്യൺ നമുക്ക് പ്രോഫിറ്റ് വന്നതാണ്. ഓക്കെ, അപ്പം റീവാലുവേഷൻ സർപ്ലസ് 3 മില്യൺ. പക്ഷേ അവിടെ എന്തുണ്ടായിട്ടുണ്ട്? അതിന് തൊട്ട് മുന്നത്തെ 2 ഇയേഴ്സിൽ ഇതിൻ്റെ വാല്യൂ 22 മില്യൺ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇത് 20 മില്യൺ ആയത്. അതായത് 2 മില്യൺ അവിടെ കുറഞ്ഞതാണ്. അപ്പോൾ കുറഞ്ഞിരിക്കുന്ന 2 മില്യൺ എന്ന് പറയുന്നത് നമ്മളുടെ ലോസ് ആണ്, റീവാലുവേഷൻ ലോസ് ആണ്. ആ 2 മില്യൺ നമ്മൾ ഈ ഒരു 3 മില്യൺ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്യണം. അതെങ്ങനെ നമ്മൾ ജേർണലൈസ് ചെയ്യും? നേരത്തെ ഉള്ളതുപോലെ PPE അക്കൗണ്ട്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട്, ഡെറ്റർ ടു 3 മില്യൺ. ഓക്കെ, നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് 3 മില്യൺ ആണ്. എന്നാൽ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീവാലുവേഷൻ സർപ്ലസിലേക്ക് എടുക്കാൻ പറ്റില്ല. പ്രീവിയസ് ഇയർത്തെ 2 മില്യൺ എവിടെയാണുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലാണുള്ളത്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം ഫസ്റ്റ്. സോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്ര? 2 മില്യൺ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് യൂസ് ചെയ്തു. ആൻഡ് ബാക്കിയുള്ള 1 ലാക്ക് എന്ത് ചെയ്തു? റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു.
കറണ്ട് ഇയറിൽ നമുക്ക് 1 മില്യൺ മാത്രമാണ് റീവാലുവേഷൻ സർപ്ലസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഈ 2 കേസാണ് നമുക്ക് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളത്. ഇനി ഇൻ കേസ് അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ആവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താ എമൗണ്ടിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലോസാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു, നമുക്ക് ലോസ് വരികയാണെങ്കിൽ അതിനെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണോ? എന്ത് ചെയ്യും? അതിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? എത്ര എമൗണ്ട് ആണോ ഡിക്രീസ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ ഫാക്ടറി ഹാസ് എ ക്യാരിയിങ് വാല്യൂ ഓഫ് 20 million and it has been revalued at 19 million. How will you treat the decrease in value? Decrease in value is 1 million. ഡിഫറൻസ് എന്ന് പറയുന്നത് 1 million ആണ്. സോ 1 million ഡിക്രീസ് വന്നിരിക്കുന്ന ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ മീൻസ് എക്സ്പെൻസസ് എപ്പോഴും നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് പ്രോഫിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, എക്സ്പെൻസ് ആവുന്ന സമയത്ത് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ലോസിനും എക്സ്പെൻസിനും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഡെപ്റ്റർ 1 million ടു അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. എന്തുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇത് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ? നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു 1 million റീവാല്യൂ ചെയ്തപ്പം കുറവ് വന്നിരിക്കുന്ന 1 million എന്ന് പറയുന്നത് അസറ്റിൻ്റെ വാല്യൂവിൽ വന്നിട്ടുള്ള ഡിപ്രിസിയേഷൻ കൊണ്ടാണ്. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ വന്നതുകൊണ്ടാണ് നമുക്ക് 1 million റെഡ്യൂസ് വന്നിട്ടുള്ളത്, കുറവ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. ക്രെഡിറ്റഡ് ടു അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ അസറ്റിൻ്റെ വാല്യൂ പ്രീവിയസ് ഇയറിൽ ഇൻക്രീസ് ചെയ്തിരുന്നു. 2 years ബാക്ക് അല്ലെങ്കിൽ 3 years ബാക്ക് ഇൻക്രീസ് ചെയ്തിരുന്നു. ആൻഡ് അതിന് ശേഷമാണ് ഇപ്പോൾ വാല്യൂ ഡിക്രീസ് ചെയ്തിരിക്കുന്നതെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തുണ്ടാകും? പ്രീവിയസ് ഇയറിൽ നമുക്ക് പ്രോഫിറ്റ് വന്നിരിക്കുന്ന ആ ഒരു എമൗണ്ട് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് കറണ്ട് ഇയറത്തെ ലോസിനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എന്താ ചെയ്തത്? കറണ്ട് ഇയറിൽ നമുക്ക് പ്രോഫിറ്റ് വന്നു, അത് യൂസ് ചെയ്ത് നമ്മൾ പ്രീവിയസ് ഇയറത്തെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്തു. ഇവിടെ നമ്മൾ പറയുന്നത് കറണ്ട് ഇയറിൽ നമുക്ക് ലോസ് വന്നു അല്ലെങ്കിൽ ഡിവാല്യൂ ചെയ്തു, എന്നാൽ പ്രീവിയസ് ഇയറിൽ നമുക്ക് പ്രോഫിറ്റ് അവൈലബിൾ ആണ് ഓർ സർപ്ലസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സർപ്ലസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കറണ്ട് ഇയറത്തെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയും എന്ത് വരാം? ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ അസറ്റിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്തപ്പം കുറയാണ് ചെയ്തത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കൂടെ പ്രീവിയസ് ഇയറിൽ അതിൽ ഈ ഒരു സെയിം അസറ്റിൽ തന്നെ ആവണം കേട്ടോ. സെയിം അസറ്റിൽ ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ട് ഇയറത്തെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എ ഫാക്ടറി ഹാസ് എ ക്യാരിയിങ് വാല്യൂ ഓഫ് 22 million. 2 years ago it was revalued upward to 23 million. Okay, and the value has now fallen to 20 million. ഇപ്പോൾ അതിന് വാല്യൂ കുറഞ്ഞ് 20 million ആയിട്ട് മാറി. How will you account the revaluation decrease? അപ്പോൾ 23 million ഉണ്ടായിരുന്നു അസറ്റിൻ്റെ വാല്യൂ, എന്നാൽ ഇപ്പോൾ അതിന് 20 million മാത്രമേ ഉള്ളൂ. 23 million ഉള്ളത് 22 million ആയി, പിന്നെ 20 million ആയി. അപ്പോൾ കറണ്ട് ഇയറിൽ 20 million ഉള്ളൂ. ആദ്യം അതിന് 23 million വാല്യൂ ഉണ്ടായിരുന്നു,
അത് 22 മില്യണായി, ദെൻ ഇപ്പോൾ അത് 20 മില്യണായി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 3 മില്യൺ നമുക്കിവിടെ വാല്യൂവിൽ ഡിക്രീസ് വന്നിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് ഡിക്രീസ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഡിവാല്യൂ ചെയ്തിരിക്കുന്നത് 3 മില്യൺ ആണ്. ആൻഡ് ഔട്ട് ഓഫ് ദിസ് 1 മില്യൺ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള സർപ്ലസിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുക, റിവാലുവേഷൻ സർപ്ലസ് എത്രയാണ്? ഇപ്പോൾ അതിന് 20 മില്യൺ ആണ്. അതിന് 2 ഇയേഴ്സ് എഗോ അതിന് 23 മില്യൺ ആണ്. അതിന് മുന്നേ 22 മില്യൺ ആണ്. അപ്പോൾ 22 23 ആയി, ആൻഡ് പിന്നെ 22 ആയി. ടോട്ടൽ 3 മില്യൻ്റെ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് വെച്ചിട്ട് അതിനൊരു റിവാലുവേഷൻ ഇൻക്രീസും വന്നിട്ടുണ്ട്. ഓക്കെ, 23 മില്യൺ ആണ്. 23 മില്യൺ ഇപ്പോൾ 20 മില്യൺ ആയി, കുറഞ്ഞു. എന്നാൽ അതിന് മുന്നേ 22 മില്യണിൽ നിന്ന് 23 മില്യൺ ആയിട്ട് അത് മാറിയിട്ടുമുണ്ട്. അപ്പോൾ 1 മില്യൺ കൂടി, എന്നാൽ അതേസമയം 3 മില്യൺ വാല്യൂ കുറയുകയും ചെയ്തു. ഓക്കെ, ഇപ്പോൾ കറണ്ട് ഇയറിൽ 20 മില്യൺ ആണ്. 2 ഇയേഴ്സ് ബാക്ക് അതിന് 23 മില്യൺ ആയി, ആൻഡ് അതിന് മുന്നേ 22 മില്യണും ആയിരുന്നു. അപ്പോൾ എന്ത് വന്നു? 22 to 23 1 മില്യൺ ഇൻക്രീസ്, ആൻഡ് 23 to 23 മില്യൺ ഡിക്രീസും വന്നു. അപ്പോൾ കറണ്ട് ഇയറിൽ നമുക്ക് 3 മില്യൺ ഡിവാലുവേഷൻ വന്നു എന്നുണ്ടെങ്കിലും അതിന് മുന്നേ ഉണ്ടായിരുന്ന ഇയറിൽ ഒരു 1 മില്യൺ ഇൻക്രീസ് ഉണ്ട്, റീവാല്യൂ പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 3 മില്യണിനെ 2 മില്യൺ ആയിട്ട് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ നമുക്ക് 3 മില്യൺ ആണ് ലോസ് അല്ലെങ്കിൽ ഡീവാല്യൂ ചെയ്തിരിക്കുന്ന ഫിഗർ എങ്കിലും 1 മില്യൺ നമുക്കൊരു പ്രോഫിറ്റ് അതിൽ നേരത്തെ വന്നിട്ടുണ്ട്, സെയിം അസറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 1 മില്യൺ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റിവാലുവേഷൻ സർപ്ലസ് ഇൻ ദാറ്റ് ഇയർ. ആ ഒരു സർപ്ലസ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കറണ്ട് ഇയറിൽ വന്നിട്ടുള്ള ലോസിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. കറണ്ട് ഇയറിൽ 3 മില്യൺ ലോസ് വന്നിട്ടുണ്ട്, അതിന് 2 മില്യൺ ആയിട്ട് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു സർപ്ലസിനെ യൂസ് ചെയ്യാം. ജേർണൽ എൻട്രി വിൽ ബി റീവാലുവേഷൻ സർപ്ലസ് ഡെറ്റർ. റിവാലുവേഷൻ സർപ്ലസിന് 1 മില്യൺ നമ്മൾ എടുക്കുന്നു, ആൻഡ് കറണ്ട് ഇയറിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട്? 2 മില്യൺ. 2 മില്യൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന ലോസാണ് 2 മില്യൺ. ആൻഡ് ഈ വന്നിരിക്കുന്ന 1 മില്യൺ എന്ന് പറയുന്നത് നമ്മൾ റിവാലുവേഷൻ സർപ്ലസ് എന്ന് എടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ലോസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1 മില്യൺ നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്ന എമൗണ്ടാണ് ഇത്. ആൻഡ് ക്രെഡിറ്റഡ് ടു PPE അക്കൗണ്ട്. PPE അക്കൗണ്ടിലേക്ക് ടോട്ടൽ നമ്മൾ 3 മില്യൺ ഈ ഇയറിൽ വന്നിട്ടുള്ള ലോസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയേ ഉള്ളൂ? 20 മില്യൺ ഉള്ളൂ. അപ്പോൾ 23 മില്യൺ ഉള്ളത് ഇപ്പോൾ 3 മില്യൺ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? 3 മില്യൺ പോയി 20 മില്യൺ ആയിരിക്കും അസറ്റിൻ്റെ വാല്യൂ കാണിക്കുന്നത്. അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. 3 മില്യൺ ക്രെഡിറ്റ് ചെയ്യുക മീൻസ് അതിൻ്റെ വാല്യൂയിൽ നിന്ന് അത്രയും എമൗണ്ട് കുറയും. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് കേസാണ്. ഇൻ കേസ് റിവാലുവേഷൻ ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത്, പക്ഷേ പ്രീവിയസ് ഇയറിൽ അതിൽ സെയിം അസറ്റിൽ തന്നെ ഒരു ഇൻക്രീസ് കൂടെ വന്നിട്ടുണ്ടെങ്കിലുള്ള എക്സാമ്പിളാണ് ഇത്. ഇപ്പോൾ 4 എക്സാമ്പിൾസാണ് നമുക്ക് റീവാലുവേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ആൻഡ് വൺ മോർ ഇസ് ദാറ്റ് നമ്മൾ റീവാല്യൂ ചെയ്തിരിക്കുന്ന ഒരു അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യും? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 5 lakh ഉള്ള അസറ്റ് നമ്മൾ റീവാല്യൂ 2 ഇയേഴ്സ് കഴിഞ്ഞ് റീവാല്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 8 lakh ആയിട്ട് മാറി. എന്നാൽ നമ്മൾ ഇനി ആ അസറ്റ് കീപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിനി അത് സെയിൽ ചെയ്യാണ്. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിലും കൂടിയ എമൗണ്ടിന് സെയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടെ നമുക്ക് റീവാലുവേഷൻ സർപ്ലസ് 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് ഡിസ്പോസ് ചെയ്യുമ്പോഴും നമുക്ക് സർപ്ലസ് വരുന്നുണ്ട്, ഒന്ന് റീവാല്യൂ ചെയ്യുമ്പോഴും സർപ്ലസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റീവാല്യൂ ചെയ്തിരിക്കുന്ന ഫിഗർ
ഓർ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക. എ ഫാക്ടറി ഹാഡ് എ കോസ്റ്റ് ഓഫ് 18 million. 18 million ആണ് അതിൻ്റെ കോസ്റ്റ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കോസ്റ്റ് 18 million ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ റിവാല്യൂഡ് അറ്റ് 23 million. റിവാല്യൂ ചെയ്തപ്പോൾ അത് 23 million ആയി. അപ്പോൾ എന്ത് വന്നു, ഒരു 5 million അവിടെ ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്, സർപ്ലസ് വന്നിട്ടുണ്ട്, റിവാല്യൂഷൻ സർപ്ലസ്. Give the accounting treatment, and if the factory is sold for 26 million, what is the accounting treatment? അപ്പോൾ റിവാല്യൂഷൻ സർപ്ലസ് വരെയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതിന് ശേഷം 26 million ഈ ഫാക്ടറി വിൽക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും? അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ എന്താ, നമ്മളുടെ എത്രയാണോ റീവാല്യൂഷൻ സർപ്ലസ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 23 റീവാല്യൂഡ് ഫിഗർ മൈനസ് അതിൻ്റെ കോസ്റ്റ് 18 million ചെയ്ത് കഴിഞ്ഞാൽ എത്ര വന്നു, 5 million ആണ് അതിൻ്റെ റിവാല്യൂഷൻ സർപ്ലസ് എന്ന് പറയുന്നത്. അതിൻ്റെ ജേണൽ എൻട്രി എന്താ നമ്മൾ നേരത്തെ പഠിച്ചത്, PPE അക്കൗണ്ട് ഡെറ്റർ ടു റിവാല്യൂഷൻ സർപ്ലസ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 5 million, അത് നോർമലി ചെയ്യുന്നത് പോലെ. ആൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 26 million നമ്മൾ ഈ ഒരു റിവാല്യൂ ചെയ്തിരിക്കുന്ന അസറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, അവിടെ നമുക്ക് എന്ത് വന്നു, 23 million ആണ് നമ്മൾ റിവാല്യൂ ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂ. പക്ഷേ 26 million ആണ് നമ്മളത് വിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ 3 million പ്രോഫിറ്റ് വിൽക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിന് നമ്മൾ റിവാല്യൂഷൻ സർപ്ലസ് ആയിട്ട് മിക്സ് ചെയ്യരുത്. ഇത് നമ്മൾ സെപ്പറേറ്റ്ലി തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോ സ്റ്റേറ്റ്മെൻറ്റിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, പ്രോഫിറ്റായിട്ടാണ് കാണിക്കേണ്ടത്, ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ഷോൺ ടു റീവാല്യൂഷൻ സർപ്ലസ് അക്കൗണ്ട്. അതിന് നമ്മൾ റിവാല്യൂഷൻ സർപ്ലസിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് സെപ്പറേറ്റ്ലി ഷോൺ ടു ഓർ ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആസ് പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്? എമൗണ്ട് എന്ന് പറയുന്നത് 26 million ആണ് നമുക്ക് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയത്. എന്നാൽ അതിൻ്റെ റിവാല്യൂഡ് ഫിഗർ എന്ന് പറയുന്നത് 23 million ആണ്. സോ ദർ ഈസ് എ ഡിഫറൻസ്, 3 million ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ള ഒരു പ്രോഫിറ്റാണ്. 23 million ഒരു സാധനം നമ്മൾ 26 million വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു 3 million അവിടെ കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റാണ്, ഡിസ്പോസ് ചെയ്തപ്പോൾ കിട്ടിയ നമ്മളുടെ പ്രോഫിറ്റാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, പ്രോഫിറ്റായിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു, ക്രെഡിറ്റാണ് ചെയ്യുക. ലോസ് ആണെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ ഡെബിറ്റാണ് ചെയ്യുക. പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു 26 million. സെയിൽ ചെയ്തപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടി, 26 million നമ്മുടെ കയ്യിൽ കിട്ടി, ക്യാഷ് കിട്ടി. അതാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് കൂടി, നമ്മുടെ കയ്യിലത്തെ ക്യാഷ് എമൗണ്ട് കൂടുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്തു 26 million. ദെൻ ടു പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. PPEൻ്റെ വാല്യൂ എത്രയാണ്, 23 million ആണ്. അതിന് നമ്മളുടെ കയ്യിലുണ്ടോ, നമ്മൾ വിറ്റു, അസറ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി, 23 million നമ്മൾ വിറ്റു. ആൻഡ് 3 million നമുക്ക് എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി, വിറ്റപ്പോൾ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ടോട്ടൽ 26 million നമ്മളുടെ കയ്യിൽ കിട്ടി. അതിൽ 3 million നമ്മൾ പ്രോഫിറ്റിലേക്ക് കാണിക്കും. 23 million എന്ന് പറയുന്നത് അസറ്റിൻ്റെ PPEൻ്റെ വാല്യൂ ആണ്. അത് നമ്മൾ ഇനി എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്തു. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ ഇനി ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് എൻട്രി എന്ന് പറയുന്നത്. ആൻഡ്
ഇത് ഈ 2 എൻട്രി മതി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. ആൻഡ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നേരത്തെയൊക്കെ ചെയ്തത് ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ റീവാലുവേഷൻ സർപ്ലസിലേക്ക് മാറ്റുന്നത് മാത്രമാണ് ചെയ്തത്. റീവാലുവേഷൻ സർപ്ലസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ പറഞ്ഞു അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിലാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ടാണ് അതിനെ കാണിക്കുക, നമ്മുടെ കയ്യിലുള്ള റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ടിനെ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് ആ ഒരു ജേണൽ എൻട്രി എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ ആൻസർ കംപ്ലീറ്റ് ആകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത്, അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് മാറ്റണം. എന്നാൽ റീവാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനെ റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആ ഒരു ജേണൽ എൻട്രി പഠിച്ചു വയ്ക്കുക. എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം.